ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കാർ ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രൻ ഓർക്കുകയാണ് ആദ്യമായി ആലീനെ കണ്ടത്. തുടർന്ന് ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞു, നീ നിന്റെ മുത്തശ്ശനും കൂടെ കാർ ഓടിച്ച് കുറെ നാൾ മുമ്പ് ഇവിടെ വന്നൊരു ഹോം നേഴ്സിനെ കണ്ടുപിടിക്കുന്നു. ഹോം നേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി മാത്രം മൂപ്പർ എന്തിനാ ആ വയ്യാത്ത പ്രായത്തിൽ 10-200 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടം വരെ വന്നത്? പാലായിലെങ്ങും ഹോം നേഴ്സിനെ കിട്ടാഞ്ഞിട്ടോ? മനു പറയുന്നു, ബുദ്ധിയുള്ള ചോദ്യം. മുത്തശ്ശന് പണ്ട് മുതലേ സ്നേഹനികേതനം അറിയാം. ഇവിടെ ഉണ്ടായിരുന്ന ബ്രിജിതാമ്മയ്ക്ക് മുത്തശ്ശൻ പല സഹായങ്ങളും സംഭാവനകളും നൽകിയിട്ടുണ്ട്. ബാലചന്ദ്രൻ പറയുന്നു, ജീവകാരുണ്യ പ്രവർത്തനം, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കൈതയ്ക്കൽ കുഞ്ഞിരാമൻ മേനോൻ വക ചാരിറ്റി. മനു പറയുന്നു, മുത്തശ്ശന് നമ്മൾ ആരും കാണാത്ത നന്മയുടെ ഒരു മുഖം ഉണ്ടായിരുന്നു അങ്ങളെ. ശേഷം അവർ അലീനയും കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ബാലചന്ദ്രൻ ചോദിച്ചു, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകേണ്ട കാര്യമുണ്ടോ? ആ സ്ഥാപനം പൂട്ടിക്കെട്ടിയില്ലേ? അലീന ചോദിച്ചു, സ്നേഹനികേതനമാണോ സാർ ഉദ്ദേശിച്ചത്? ബാലചന്ദ്രൻ പറയുന്നു, അതെ. ഇനി ആരുമില്ലല്ലോ അവിടെ? ഉണ്ടോ? അലീന പറയുന്നു, എന്നെങ്കിലും ഒരിക്കൽ അത് ഏറ്റെടുത്ത് നടത്തണമെന്നുണ്ട് എനിക്ക്. മമ്മിയുടെ ഓർമ്മയ്ക്കായിട്ട്. എന്നെ കൊണ്ട് അതിന് കഴിയുമോന്ന് അറിഞ്ഞൂടാ. മനു പറയുന്നു, അതൊക്കെ വലിയ ടാസ്ക് അല്ലേ? ബ്രിജിത മമ്മിക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അലീന പറയുന്നു, എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. സ്നേഹനികേതനം എനിക്ക് മറക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. പിന്നീട് അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു, മനുഷ്യരല്ലേ മോളെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഹൃദയമുള്ളവർക്ക് ക്ഷമിക്കാനും കഴിയും. അങ്ങനെ സ്നേഹത്തോടു കൂടി തലോടിക്കൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു, പോട്ടെ, സാരമില്ല സാരമില്ല. തുടർന്ന് ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രൻ പറയുകയാണ്, വേണ്ടായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. ഈ സമയം ബാലചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വൈജയന്തി. ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി കോള് കട്ട് ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും വൈജയന്തി വിളിക്കുന്നുവെങ്കിലും കോള് കട്ട് ചെയ്യുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും വീട്ടിലേക്ക് മടങ്ങി എത്തുകയാണ്. കാറിന്റെ അരികിലേക്ക് വന്ന ജോസൂട്ടി ചോദിക്കുന്നു, ഇതെന്താ ആരും ഇറങ്ങാത്തത്? മാമച്ചൻ പറയുന്നു, വയ്യ, മടുത്തു, ഇവിടെ എങ്ങനെ ഇരുന്ന് അങ്ങ് ഉറങ്ങിയാ മതി. ഗ്രേസമ്മ പറയുന്നു, 400 കിലോമീറ്റർ ഓടിയത്. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, ചുമ്മാ ഓടിയതല്ല, ഞാൻ ഓടിച്ചതാ. ഗ്രേസമ്മ പറയുന്നു, ജോസൂട്ടി, ഞങ്ങൾ ആകെ തളർന്നു വന്നേക്കുവാ, നീ പോയി ഫുഡ് വാങ്ങിച്ചോണ്ട് വാ, ഇനിയിപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല, വയ്യാഞ്ഞിട്ടാടാ. ജോസൂട്ടി പറയുന്നു, ആ ശരി. രേവതിക്കുട്ടി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോസൂട്ടി പറയുകയാണ്, രേവതിക്കുട്ടിക്ക് ഒരു ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ, ഫുഡൊക്കെ അവൾ ഉണ്ടാക്കിക്കോളും. രേവതിക്കുട്ടി ചോദിക്കുന്നു, ആഹാ, ആണോ? അയ്യടാ, ക്ഷീണം ഇല്ലാന്ന്. ആ ക്ഷീണ മീറ്ററിങ് എടുത്തോണ്ട് വാ, ഞാൻ അളന്ന് കാണിച്ചു തരാം എന്റെ ക്ഷീണം. ഗ്രേസമ്മ പറയുന്നു, അവളോട് തർക്കിച്ചോണ്ട് നിൽക്കാതെ നീ പോയേച്ചു വാ ജോസൂട്ടി. ജോസൂട്ടി പറയുകയാണ്, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ കാറും കൊണ്ട് പോകാൻ, നീ ജീപ്പിൽ പോയാ മതിയെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ജോസൂട്ടി പറയുകയാണ്, അത് പറ്റത്തില്ല, എനിക്ക് കാറിൽ തന്നെ പോണം. കാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഓടിച്ചു നോക്കിയാലല്ലേ അറിയൂ. മാമച്ചൻ ചോദിക്കുന്നു, പത്തനാപുരം വരെ ഓടി വന്ന കാറിന് എന്താടാ കുഴപ്പം? ജോസൂട്ടി പറയുന്നു, എഞ്ചിൻ, ബ്രേക്ക്, ക്ലച്ച്, ഗിയർ, ഇത് 4 ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നാളെ എന്റെ തലയിൽ വരും, എന്ത് കുഴപ്പമുണ്ടെങ്കിലും. മാമച്ചൻ പറയുന്നു, നീ ആള് വലിയ ബുദ്ധിമാനാണല്ലോ. ജോസൂട്ടി പറയുകയാണ്, ഇറങ്ങിയിട്ട് താക്കോലിങ്ങിതാ. ക്ഷീണത്തോടുകൂടി കാറിൽ നിന്ന് ഇറങ്ങിയ ഗ്രേസമ്മ പറയുകയാണ്, എന്തൊരു യാത്രയായിരുന്നു. കാറിലേക്ക് കയറാനായി തുടങ്ങുന്ന ജോസൂട്ടി പറയുകയാണ്, എന്നെ കൊണ്ടുപോയില്ലല്ലോ, ഞാനൊരു അന്യനായതുകൊണ്ടല്ലേ. ഗ്രേസമ്മ ചോദിക്കുന്നു, അപ്പൊ രേവതിക്കുട്ടിയോ, ഞങ്ങളുടെ ബന്ധുവാണോ? ജോസൂട്ടി പറയുന്നു, ഇപ്പോഴല്ലായിരിക്കും, ഒടുക്കം കറങ്ങി തിരിഞ്ഞ് ബന്ധുക്കളായിട്ട് വരരുത്. ഗ്രേസമ്മ പറയുന്നു, എടാ ജോസൂട്ടി, നീ പോയിട്ട് വാ. കാറിലേക്ക് കയറി ജോസൂട്ടി ചോദിക്കുന്നു, എന്നതാ മേടിക്കേണ്ടത്? ഗ്രേസമ്മ പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ള എന്തും വാങ്ങിച്ചോ. ഇത് കേട്ട് ജോസൂട്ടി അവിടെ നിന്ന് പോകുകയാണ്. മാമച്ചൻ പറയുന്നു, വാ രേവതിക്കുട്ടി, എന്തെങ്കിലും കഴിച്ച് തല ചായ്ക്കണം, ഇനി അത്രേ വേണ്ടു. രേവതിക്കുട്ടി പറയുന്നു, എനിക്ക്. പിന്നീട് കാണിക്കുന്നത് കാർ ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രൻ ഓർക്കുകയാണ് അലീനയുടെയും വൈജയന്തിയുടെയും അരികിലേക്ക് വന്ന് ബാലചന്ദ്രൻ പറഞ്ഞത്. അലീനയ്ക്ക് 2 ആഴ്ചത്തെ വിശ്രമം വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വൈജയന്തി ചോദിച്ചു, ഡോക്ടർ വന്ന് ഇവിടുത്തെ ജോലി ചെയ്യുമോ? അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, നീ വിവരക്കേട് പറയാതെ വൈകിയേ. വൈജയന്തി പറയുകയാണ്, ഇവൾക്ക് കൂടി വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ബാലചന്ദ്രൻ ചോദിക്കുന്നു, നിന്റെ മക്കൾക്ക് ആവശ്യം വന്നാൽ നീ വെച്ച് വിളമ്പി കൊടുക്കില്ലേ? വൈജയന്തി പറയുന്നു, എന്റെ മക്കൾക്ക് എന്ത് വന്നാലും ഞാൻ ചെയ്തു കൊടുക്കും. പുഞ്ചിരിച്ച അലീന പറയുന്നു, എന്നെയും മോളായിട്ട് വിചാരിച്ചു. പിന്നീട് കാണിക്കുന്നത് രാത്രി മനുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അലീന. മനു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അലീന മനുവേട്ടാന്ന് വിളിക്കുകയാണ്. പുഞ്ചിരിച്ച മനു പറയുന്നു, അലീന പറഞ്ഞോളൂ. അലീന ചോദിക്കുന്നു, മനുവേട്ടൻ ബിസിയാണോ? കുഴപ്പമില്ല, പറഞ്ഞോന്ന് മനു പറയുമ്പോൾ അലീന പറയുകയാണ്, ഞാൻ ചിലപ്പോൾ നാളെ തന്നെ ഇവിടുന്ന് പോകും. ഇത് കേട്ട് ടെൻഷനോടുകൂടി മനു ചോദിക്കുന്നു, നാളെയോ? എന്താ ഇത്ര ധൃതി പിടിച്ച്? അലീന പറയുന്നു, മതി മനുവേട്ട, മാഡം എന്റെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല, എന്നെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളത് പോലെ. മിണ്ടുന്നേ ഇല്ല, കുട്ടികളോടും ഭയങ്കര ദേഷ്യം, ഇനി ഇവിടെ നിന്നാൽ ഒട്ടും ശരിയാകത്തില്ല മനുവേട്ട. മനു പറയുന്നു, ഞാൻ ആന്റി ഒന്ന് വിളിച്ചാലോ? അലീന പറയുകയാണ്, വേണ്ട, ഞാൻ രോഹിത്തിന്റെ കാര്യം മാഡത്തിനോട് പറഞ്ഞായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും അറിയില്ല അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം. ഇപ്പോഴും ഞാൻ ഏതാണ്ട് കുറ്റം ചെയ്തതുപോലെയാ. അത് ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ടാ ഞാൻ മാഡത്തിനോട് പറഞ്ഞത്. മനു പറയുന്നു, നേരത്തെ പറയേണ്ടതായിരുന്നു, വൈകിപ്പോയി. അലീന പറയുന്നു, ഇല്ല മനുവേട്ട, ഇപ്പോഴും മാഡം എന്നെയാ കുറ്റം പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ വന്നതാണ് സകല കുഴപ്പത്തിനും കാരണമെന്ന്. എന്നെ റെക്കമെൻഡ് ചെയ്ത മാഡത്തിന്റെ അച്ഛനാണ് 1-ാം പ്രതി. 2-ാം പ്രതി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഉത്സാഹം കാണിച്ച മനുവേട്ടൻ. 3-ാം പ്രതി മനുവേട്ടന് സപ്പോർട്ടായിട്ട് കൂടെ വന്ന ബാലചന്ദ്രൻ സാറ്. ഇത് കേട്ട മനു ചോദിക്കണോ, ഓ ഇപ്പൊ അങ്ങനാണോ? അലീന പറയുകയാണ്, ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെ.
അങ്ങനെയാ. ഇതിലെ ഒന്നാം പ്രതി മരിച്ചുപോയി. 2ഉം 3ഉം പ്രതികളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും കാരണക്കാരിയായ ഞാൻ ഇവിടുന്ന് പോയാൽ ഈ വീട് ശരിയാകുമെന്നാ മേഡത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ പോയേക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. മനു ചോദിക്കുന്നു, എങ്ങോട്ട് പോകും? അലീന പറയുകയാണ്, തൽക്കാലം മാമച്ചനങ്ങളുടെ വീട്ടിലേക്ക് പോകാം, രേവതിക്കുട്ടിയുടെ അടുത്ത്. മനു പറയുന്നു, എല്ലാം പെട്ടെന്നായി പോയല്ലോ, എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. അലീന പറയുന്നു, അത് സാരമില്ല, ഞാൻ എറണാകുളത്തോട്ടല്ലേ വരുന്നത്, മാമച്ചനങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. മനു ചോദിക്കുന്നു, നീ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാര്യം എന്തായി തീരും? അലീന പറയുകയാണ്, അതൊരു വലിയ വിഷമമാ. മാഡത്തിന് സ്വന്തം അമ്മയേക്കാൾ വലുത് എന്നോടുള്ള വാശിയാ. മനു പറയുന്നു, അവരെ ഒന്നും തിരുത്താൻ പറ്റത്തില്ല അലീനെ. പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. അവരെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും അലിവും കാരുണ്യവും ദയയും അർഹിക്കുന്നവര്. അവരാണ് മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവര്. അലീന ചോദിക്കുന്നു, ആര് പീഡിപ്പിക്കുന്നു? അവര് തന്നെത്താൻ പീഡിപ്പിക്കുകയല്ലേ? മനു പറയുകയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ശേഷി അവർക്കില്ല. കാഴ്ചയില്ലാത്തവരോട് നല്ലപോലെ കണ്ണു തുറന്നു നോക്ക്, കാണാം എന്ന് പറയുന്നത് പോലെ പാഴ്വേലയാണ് ഇവരെ ഉപദേശിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും. അലീന ചോദിക്കുന്നു, മനുവേട്ടൻ ഇതെല്ലാം അറിയാല്ലേ? അപ്പോൾ മനു പറയുകയാണ്, അറിഞ്ഞിട്ടെന്താ ഫലം? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അലീന പറയുന്നു, ഞാൻ ഇനി ഇവിടുന്ന് പോകാൻ നേരം വിളിക്കാം കേട്ടോ. മനു പറയുന്നു, എവിടെ പോയാലും എന്നെ കണ്ടിട്ടേ പോകാവൂ. അപ്പോൾ അലീന പറയുകയാണ്, ശരി മനുവേട്ട, നിർത്തുവാണേ. അങ്ങനെ അലീന ഫോൺ കട്ട് ചെയ്യുമ്പോൾ വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് മനു. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി പറയുന്നു, എന്റെ ആന്റി, ഞാൻ പറയുന്നത് ആന്റി ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഗ്രേസമ്മ പറയുന്നു, ശരി, ഷെറിന്റെ കല്യാണം കഴിയുന്നത് വരെ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആൻസി അങ്ങനെ തന്നെയാ പറഞ്ഞത്. രേവതിക്കുട്ടി പറയുന്നു, കല്യാണത്തിന് ശേഷം 1 വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചു, അപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. മാമച്ചൻ പറയുകയാണ്, ഡബിൾ ഓക്കെ, ബാക്കി പറ. രേവതിക്കുട്ടി പറയുകയാണ്, ഷെറിൻ ചേച്ചി ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞുവെന്ന് നമ്മളോട് ചോദിക്കുകയും ചെയ്തു ഇല്ലേ? ഗ്രേസമ്മ പറയുകയാണ്, ആ ചോദിച്ചു. രേവതിക്കുട്ടി ചോദിക്കുന്നു, എന്തുകൊണ്ട് ചോദിച്ചു? മാമച്ചൻ പറയുകയാണ്, ഷെറിന് ഒരു കുഞ്ഞുണ്ടായി കാണും, അതെങ്ങനെയോ മരിച്ചു പോയിട്ടുണ്ടാകും. രേവതിക്കുട്ടി പറയുന്നു, യു ആർ കറക്റ്റ്. ഈ തല നിറച്ചും കളിമണ്ണാണെന്ന് വീമ്പടിക്കുന്നത് വെറുതെയാ, ഇതിനകത്തെ ലേശം ബുദ്ധിയുണ്ട് അല്ലേ? മാമച്ചൻ പറയുന്നു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. രേവതിക്കുട്ടി പറയുകയാണ്, ഷെറിൻ ചേച്ചിക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായെങ്കിൽ അതെപ്പോഴാ? കല്യാണത്തിന് മുമ്പാണോ അതോ കല്യാണത്തിന് ശേഷമോ? ആന്റിയുടെ തല വെച്ച് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ. ഗ്രേസമ്മ പറയുന്നു, കല്യാണത്തിന് ശേഷം 1 വർഷമല്ലേ അവരൊന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. ആ 1 വർഷത്തിനിടയില് കുഞ്ഞിനെ പ്രസവിച്ച കാര്യം മാനസി ചേച്ചി പറഞ്ഞായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് ഗ്രേസമ്മ പറയുന്നു, ഇല്ല. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ഇനി അഥവാ പ്രസവിച്ചെന്നിരിക്കട്ടെ, കുവൈറ്റിൽ വെച്ചായിരിക്കുമോ അതോ കേരളത്തിൽ വെച്ചായിരിക്കുമോ പ്രസവം നടന്നത്? ഗ്രേസമ്മ പറയുന്നു, ആദ്യത്തെ പ്രസവമല്ലേ, കേരളത്തിൽ വെച്ചായിരിക്കും. കുവൈറ്റിലാകുമ്പോൾ അമ്മയും കുഞ്ഞിനെയും നോക്കാൻ വേണ്ടപ്പെട്ടവരാരും ഉണ്ടാകണമെന്നില്ലല്ലോ. മാത്രമല്ല ഹോസ്പിറ്റൽ ചിലവും ഒരുപാട് കൂടുതലായിരിക്കും. രേവതിക്കുട്ടി പറയുന്നു, അപ്പോ കുവൈറ്റിൽ വെച്ച് പ്രസവിച്ചിട്ടില്ല, 1 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തി പ്രസവിച്ച ഉടനെ ഭർത്താവ് ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു കളയുമോ? ഗ്രേസമ്മ പറയുന്നു, ഏയ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ആ പെണ്ണ് നമ്മളോട് ഷെറിൻ പ്രസവിച്ച കാര്യമേ പറഞ്ഞിട്ടില്ല. രേവതിക്കുട്ടി പറയുകയാണ്, പ്രസവിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ, കുഞ്ഞിന് എന്നോ പറ്റിയെന്നും പറഞ്ഞേനെ. ഇത് കേട്ട് മാമച്ചൻ പറയുന്നു, അത് ഇവള് പറയുന്നത് ശരിയാ. രേവതിക്കുട്ടി പറയുന്നു, അതിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആന്റി പറ. ഗ്രേസമ്മ പറയുന്നു, നീ എന്നതാ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? രേവതിക്കുട്ടി പറയുന്നു, എന്റെ ആന്റി, കല്യാണത്തിന് മുന്നേ ആയിരുന്നു പ്രസവം. അന്ന് ആൻസി ചേച്ചി കല്യാണം കഴിച്ച് കൊട്ടാരമറ്റം വീട്ടിൽ വന്ന് വലതുകാല് വെച്ച് കയറിയിട്ടില്ല. മാമച്ചൻ ചോദിക്കുന്നു, അത് നിനക്കെങ്ങനെ മനസ്സിലായി? രേവതിക്കുട്ടി പറയുന്നു, ആൻസി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആകുന്നതേ ഉള്ളൂന്ന് അതിനിടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, അതാരും ശ്രദ്ധിച്ചില്ലേ? മാമച്ചൻ പറയുന്നു, എന്റെ പൊന്നെ, ഇവളെ സൂക്ഷിക്കണമല്ലോ, ഇവൾ എന്തൊക്കെയാ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്? ഗ്രേസമ്മ ചോദിക്കുന്നു, കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചതായിരുന്നെങ്കിൽ? രേവതിക്കുട്ടി ചോദിക്കുന്നു, അത് ആരുടെ കുഞ്ഞായിരിക്കും? ഞെട്ടി നെഞ്ചത്ത് കൈവച്ച് ഗ്രേസമ്മ പറയുന്നു, ഞങ്ങളുടെ ജോമോന്റെയാ. രേവതിക്കുട്ടി പറയുന്നു, ഞങ്ങളുടെ അല്ല, നമ്മുടെ. ഞാനും ഉണ്ട് ഈ വീട്ടില്, നീ ഉണ്ടെന്ന് മാമച്ചൻ പറയുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, മാമച്ചായ, അതിന്റെ അർത്ഥം ഷെറിൻ നമ്മുടെ ജോമോന്റെ കുഞ്ഞിനെ പ്രസവിച്ചു എന്നല്ലേ? മാമച്ചൻ പറയുന്നു, ആണോ? അങ്ങനെ നോക്കുമ്പോൾ ശരിയാണല്ലോ. രേവതിക്കുട്ടി പറയുന്നു, കല്യാണത്തിന് മുമ്പ് ഷെറിൻ ചേച്ചിക്ക് മാനസിക രോഗം ഇല്ലായിരുന്നു. എന്താ കാര്യം? പ്രസവിച്ച കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. ഷെറിൻ ചേച്ചിക്ക് സന്തോഷം. അങ്ങനെ ഇരുന്നപ്പോഴാ കല്യാണാലോചന. ആദ്യം ഷെറിൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വീട്ടുകാരെല്ലാവരും കൂടെ പലതും പറഞ്ഞ് സമ്മതിപ്പിച്ചു. കല്യാണം നടത്തി. ചേച്ചി ഹസ്ബൻഡിന്റെ കൂടെ കുവൈറ്റിലും പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ സമനില തെറ്റി. എന്താ കാരണം? മാമച്ചൻ പറയുന്നു, ആർക്കറിയാം. രേവതിക്കുട്ടി പറയുകയാണ്, ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ കാത്തു പരിപാലിച്ചോളാമെന്ന് ചേച്ചിക്ക് വാക്കു കൊടുത്തിട്ടായിരിക്കുമല്ലോ ആ കല്യാണത്തിന് ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ഗ്രേസമ്മ പറയുന്നു, അങ്ങനെയായിരിക്കും. രേവതിക്കുട്ടി ചോദിക്കണേ, ചേച്ചി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞെവിടെ? കാണാനില്ല. ഗ്രേസമ്മ ചോദിക്കുന്നു, കുഞ്ഞെവിടെ? അവിടേക്ക് ഇരുന്ന് രേവതിക്കുട്ടി പറയുന്നു, എനിക്കറിയത്തില്ല, ഇനി അത് 1 മുതൽ അന്വേഷിക്കണം, കണ്ടുപിടിക്കണമെങ്കിൽ. ഗ്രേസമ്മയും മാമച്ചനും ആകാംക്ഷയോടുകൂടി രേവതിക്കുട്ടിയെ നോക്കുമ്പോൾ രേവതിക്കുട്ടി അവരെ ഒന്ന് നോക്കിയിട്ട് ചോദിക്കുന്നു, ഇന്നത്തെ ഉറക്കം പോയി കിട്ടിയില്ലേ? ഞാൻ പോവാണേ. അങ്ങനെ രേവതിക്കുട്ടി മുകളിലേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി മാമച്ചായ എന്ന് വിളിച്ച് മാമച്ചന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ഗ്രേസമ്മ. പിന്നീട് കാണിക്കുന്നത് പെട്രോൾ പമ്പിലേക്ക് വന്ന ബാലചന്ദ്രൻ പറയുന്നു, ഫുൾ ടാങ്ക് അടിക്കട്ടെ. എത്ര ചാർന്ന അയാൾ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ബാലചന്ദ്രൻ പറയുന്നു, ഫുൾ ടാങ്ക് അടിക്കാൻ ഇനിയും പറയണോ? പെട്രോൾ അടിച്ചതിന് ശേഷം ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ബാലചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് മനു. കോള് കട്ട് ചെയ്ത് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുകയാണ്
ബാലചന്ദ്രൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന അലീന യാത്ര ചോദിക്കുകയാണ്. നാളെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി വിഷമത്തോടുകൂടി അലീനയെ നോക്കുകയാണ്. അലീന പറയുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വരേണ്ടവളല്ല മുത്തശ്ശി, ഒരിക്കലും ഞാൻ വരരുതായിരുന്നു. തുടർന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന കൃഷ്ണ പറയുന്നു, മുത്തശ്ശി നല്ല സ്ട്രോങ് ആയിട്ട് പറയാം അമ്മയോട്, അലീന ചേച്ചി അല്ലാതെ വേറെ ആരെയും ഹെൽപ്പിന് വേണ്ടാന്ന്. അലീന ചേച്ചിയുടെ വില എന്താണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. തുടർന്ന് അലീനയെ ഫോണിൽ വിളിച്ച രേവതിക്കുട്ടി ഷെറിന്റെ വീട്ടിൽ പോയതും അവിടെ നടന്ന കാര്യങ്ങളുമെല്ലാം വിശദമായി പറയുകയാണ്. എല്ലാം കേട്ട അലീന പറയുന്നു, കുഞ്ഞിനെ കൊന്നോന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ മോളെ. തുടർന്ന് അലീനയുടെ കാര്യം സംസാരിക്കുകയാണ് വൈജയന്തിയും ബബിതയും കൃഷ്ണയും. ബബിത പറയുന്നു, മുമ്പില്ലാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. അലീനയെ പറഞ്ഞു വിടരുതെന്ന് കൃഷ്ണ വൈജയന്തിയോട് ആവശ്യപ്പെടുകയാണ്. ശേഷം രാത്രിയായിട്ടും ബാലചന്ദ്രനെ കാണാത്തത് കൊണ്ട് ബാലചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വൈജയന്തി. കോള് കണ്ട ബാലചന്ദ്രൻ മനസ്സിൽ പറയുന്നു, നിന്റെ കോള് ഞാൻ എടുക്കാം, അത് നിന്റെ അവസാനത്തെ കോളായിരിക്കും. ബാലചന്ദ്രൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് വൈജയന്തി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.